യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അന്ത്യശാസനവുമായി ട്രംപ്. ഉടൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന നിലപാടിലാണ് US. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ റഷ്യ യുക്രൈനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത് മുതൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തുന്നത്. ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ് അമേരിക്ക. എന്നാൽ സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ട്രംപിന് അതൃപ്തിയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സന്ധി നീക്കങ്ങൾ ഇനിയും നീളുകയാണെങ്കിൽ സമാധാന ചർച്ചയിൽ നിന്നും പിന്മാറാനാണ് ട്രംപിന്റെ തീരുമാനം. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഇക്കാര്യം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തു. Here yesterday to sort of begin to talk about more specific outlines of what it might take to end a war, to try to figure out very soon, and I'm talking about a matter of days, not a matter of weeks, whether or not this is the war that can be ended. If it can, we're prepared to do whatever we can to facilitate that and make sure that it happens, that it ends in a durable and just way. If it's not possible, if we're so far apart that this is not going to happen, then I think the president's probably at a point where he's going to say, well, we're done. ഏറ്റവും വേഗം റഷ്യയും യുക്രൈനും സമാധാന കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. അതല്ലെങ്കിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ നിന്നും US പിന്മാറുമെന്നും ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഈസ്റ്റർ പ്രമാണിച്ച് യുക്രൈനിൽ റഷ്യ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ റഷ്യയുടെ ഭാഗത്തുനിന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നാണ് പുടിൻ അറിയിച്ചത്. റഷ്യയുടെ മാതൃക യുക്രൈനും പിന്തുടരുമെന്നാണ് താൻ കരുതുന്നതെന്ന് പുടിൻ പറഞ്ഞു. വെടിനിർത്തൽ കാലയളവിലെ യുക്രൈന്റെ നടപടികൾ സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള അവരുടെ താൽപര്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുക്രൈന്റെ ഭാഗത്തുനിന്നും വെടിനിർത്തൽ ലംഘനങ്ങളുണ്ടായാൽ അത് നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കണമെന്നും പുടിൻ നിർദ്ദേശം നൽകി. എന്നാൽ 30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് റഷ്യയെന്ന് വൊളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള 30 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ യുദ്ധം നീണ്ടുപോകാൻ കാരണം റഷ്യയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം യുക്രൈന്റെ പല മേഖലകളിലും റഷ്യ ആക്രമണം നടത്തിയതായാണ് സെലൻസ്കി ആരോപിക്കുന്നത്. 30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ ധാരണാപത്രം അംഗീകാരത്തിനായി റഷ്യയുടെ മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് അടിയന്തരമായി വേണ്ടതെന്നും സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തൽ വാഗ്ദാനം വന്നതിനു ശേഷവും വിവിധ മേഖലകളിൽ ഡ്രോൺ ആക്രമണം റഷ്യ തുടർന്നതായും സെലൻസ്കി സമൂഹമാധ്യമ കുറിപ്പിൽ പറയുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചില വിട്ടുവീഴ്ചകൾക്കും US തയ്യാറാകുന്നുണ്ട്. 2014 യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ക്രിമിയയെ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ക്രിമിയയെ പിടിച്ചെടുത്ത നീക്കത്തെ ഇതുവരെ USഉം യൂറോപ്പും അംഗീകരിച്ചിട്ടില്ല. ഈ സമീപനത്തിൽ മാറ്റം വരുന്നത് റഷ്യയ്ക്കാണ് ആത്യന്തിക നേട്ടമുണ്ടാക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം റഷ്യയും USഉം തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. സമാധാന കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ സംഘവും യുക്രൈൻ സംഘവും ചർച്ചകൾ നടത്തി. ഇത്തരം ചർച്ചകൾക്കിടെയാണ് ക്രിമിയയുടെ കാര്യത്തിൽ റഷ്യ നിബന്ധന മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. വെടിനിർത്തലിന് പുറമെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നും പിന്മാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. ക്രിമിയയുടെ കാര്യത്തിൽ US വിട്ടുവീഴ്ച ചെയ്താൽ നിലവിൽ റഷ്യ യുക്രൈനിൽ നിന്നും യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഖെർസൺ, മരിയോപോൾ, ഡൊണോട്സ്ക്, ലുഹാൻസ്ക് തുടങ്ങിയ പ്രവിശ്യകളുടെ കാര്യത്തിലും യുക്രൈന് നഷ്ടമുണ്ടാകുമെന്നാണ് ആശങ്ക. ഇത്തരത്തിലൊരു കരാർ യുക്രൈൻ അംഗീകരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. വെടിനിർത്തലിന്റെ ഭാഗമായി സുമി, ഖാർക്കീവ് എന്നിവിടങ്ങളിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യ വിട്ടുകൊടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയോ യുക്രൈനോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശ്രമകരമാക്കിയാൽ US ഇതിനുള്ള ശ്രമങ്ങൾ വേണ്ടെന്ന് വെക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയും ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ ഇനിയും നീണ്ടുപോകുമെന്നാണ് വിലയിരുത്തൽ.